പ്രൈസ് ദ ലോർഡ്. സദൃശ്യവാക്യങ്ങൾ 15 അധ്യായം 13 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സുഖം വരാം, സന്തോഷമുള്ള നിമിഷങ്ങൾ വരാം, സങ്കടമുള്ള നിമിഷങ്ങൾ വരാം, യാദൃച്ഛികമായിട്ടുണ്ടാകുന്ന പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമ്മുടെ ജീവിതം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഉയർച്ച വന്നാൽ ഒരു താഴ്ച സംഭവിക്കാം, വീണ്ടും ഉയർച്ച വന്നേക്കാം, വീണ്ടും താഴ്ച സംഭവിക്കാം. അങ്ങനെയെല്ലാം ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യ ജീവിതം കടന്നു പോകുന്നത്. ഉയർച്ച താഴ്ചകളിലൂടെയും സുഖദുഃഖങ്ങളിലൂടെയും എല്ലാ പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത്. അവൻ ഏറ്റവും ശക്തനായി തീരുന്നത് ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുമ്പോൾ മാത്രമാണ്. ജീവിതത്തെ നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുപോകാം. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ചിന്തിച്ച് നമുക്ക് വ്യസനത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ, പ്രസൻറ്റിൽ എത്രത്തോളം സന്തോഷിക്കാം എന്ന് ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് അങ്ങനെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ടും സാധിക്കുക. ഇത് രണ്ടും നമുക്ക് സാധിക്കുന്നത് അവരവരുടെ മൈൻഡ് സെറ്റ് പോലെയാണ്. അത് അവരവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത ജീവിത അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ ആ വ്യസനം കൊണ്ട് നമ്മൾ തന്നെ ഇല്ലാതെയായി തീരുകയുള്ളൂ. നമ്മൾ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ആഴ്ന്നിറങ്ങി ഒരു മുഴുരോഗിയായി ജീവിതം നശിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് മറ്റൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല.